ഡൽഹിയിലെ ഗതാഗത മന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും മുഖ്യമന്ത്രി അതിഷി മർലേനയ്ക്കും രാജിസന്നദ്ധ അറിയിച്ച് ഗെഹ്ലോട്ട് കത്തയച്ചു. കത്തിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും പാർട്ടിക്കെതിരെയുള്ള സമീപകാല വിവാദങ്ങളുമാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമായി ഗെഹ്ലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാർട്ടിക്ക് സാധിക്കാത്തതിലും കൈലാഷ് ഗെഹ്ലോട്ട് അതൃപ്തി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഏറെ ദോഷകരമാണ് ഗെഹ്ലോട്ടിന്റെ ഈ ഒരു രാജി. പ്രത്യേകിച്ച് അദ്ദേഹം കത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇത് എങ്ങനെയാകും പാർട്ടിയും കെജ്രിവാളും പ്രതിരോധിക്കുക? സ്വാതി, അടുത്ത ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുന്നത്. അതിന് തൊട്ടു മുമ്പാണ് ആപ്പിലെ പ്രധാനിയും അതിലെ മന്ത്രിസഭയിലെ വളരെ പ്രധാന അംഗവുമായ അശോക് ഗെഹ്ലോട്ട് രാജിവെച്ചിരിക്കുന്നത്. പാർട്ടി അംഗത്വം അതേപോലെ തന്നെ മന്ത്രിസ്ഥാനത്തുള്ള രാജ്യസന്നദ്ധയും അദ്ദേഹം കെജ്രിവാളിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു ഗെഹ്ലോട്ട്. കാരണം ഡൽഹിയിലെ പൊതുഗതാഗത രംഗത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങളും, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര, അതേപോലെ തന്നെ വനിതകൾ മാത്രമുള്ള ബസ്സുകൾ, അതേപോലെ വനിതകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ് ഡിപ്പോകൾ, ഇങ്ങനെയുള്ള പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അതേപോലെ തന്നെ കെജ്രിവാളിന്റെ നിയമസഹായത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മദ്യനയ അഴിമതി കേസിൽ ഇഡി ചോദ്യം ചെയ്യുക പോലും ചെയ്തിരുന്നു. ഇത്തരമുള്ള ഒരു വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഗെഹ്ലോട്ട്. അതുപോലെ തന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട വോട്ടിംഗ് ശതമാനമുള്ള ജാട്ട് വിഭാഗത്തിലെ ഒരു പ്രമുഖ നേതാവാണ്, ഏക നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും ഗെഹ്ലോട്ടിനെ. നക്സൽബട്ട് എന്നുള്ള ജാട്ട് പ്രമുഖമായ നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ്. 2015 മുതൽ നിയമസഭാ അംഗമാണ്. ഏതായാലും ഇത്തരമുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് സ്വാതി ആപ്പിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇത് വളരെ കനത്ത തിരിച്ചടിയാണ് കെജ്രിവാളിന് വ്യക്തിപരമായിട്ട് കെജ്രിവാളിനുള്ളത്. കാരണം കെജ്രിവാളിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വേളയുള്ള വസതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ കുറിച്ച്, ആഡംബര വസ്തുക്കളെ കുറിച്ചുള്ള ഒരു സൂചന പോലും രാജിക്കത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ യമുന നദി മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, ഇതൊക്കെ ഡൽഹിയിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുന്നതിന് പകരം കേന്ദ്രവുമായി സമരം ചെയ്യുക എന്ന ഒരു വഴിയാണ് കെജ്രിവാൾ നടത്തുന്നതെന്ന് കുറ്റം ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ബിജെപി പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആപ്പിനെ സംബന്ധിച്ചോളം വളരെ വലിയ തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന രാജി. സ്വാതി. ശരി ശരത് ലാൽ.